എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ജീവിതം ആർക്കും തീരെഴുതി കൊടുക്കരുത്, അതാണ്. ആർക്കും തീരെഴുതാൻ പാടില്ല. ഇനി അടുത്തതായി പറയാനുള്ളത്, ജോലി നഷ്ടപ്പെടും, ജോലി സമ്മർദ്ദം, ഇത് ആലോചിച്ച് ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. അത് ഒരാണത്വമല്ല, തൻ്റെ ഇല്ലാത്തവർക്കുണ്ടാകുന്നൊരു തോന്നലുകളാണ്. നമ്മൾ ഒരു സ്ഥലത്തും സ്ഥിരമായിരിക്കുമെന്ന് ആർക്കും ഒരു ഗ്യാരൻറ്റിയും തരാൻ പറ്റില്ല. അതാരെങ്കിലും ഗ്യാരൻറ്റി തരുന്നെങ്കിൽ അത് അത്ര കണ്ട് വിശ്വസിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ നല്ലൊരു ശമ്പളത്തിലാണ് ജോലിക്ക് കയറിയത്, മോസ്റ്റ്ലി IT ഫീൽഡാണെന്ന് കരുതിക്കോളൂ. അപ്പോൾ എത്ര കണ്ട് നിങ്ങൾക്ക് ശമ്പളം കൂടുതൽ കിട്ടുന്നോ, ഫെസിലിറ്റീസ് കിട്ടുന്നോ, എല്ലാ സൗകര്യങ്ങളുണ്ടോ, അവിടങ്ങളിൽ ഏറ്റവും സൂക്ഷിക്കണം. കാരണം അതെല്ലാം ഒരു താൽക്കാലികമെന്ന് മാത്രം കാണുക. ഒരു മാസം നിങ്ങളുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ എൻ്റർടൈൻഡ് ടു ഗെറ്റ് യുവർ സാലറി. നിങ്ങളുടെ സാലറി കിട്ടാൻ നിങ്ങൾ അർഹരാകുന്നു. ആ കിട്ടുന്ന സാലറിയിൽ വെച്ച് കംപ്ലീറ്റ് നമ്മളൊരു കാൽക്കുലേഷൻ നടത്തരുത്. കാരണം ഇതെപ്പം നിലയ്ക്കും, എത്ര വരെ കണ്ടിന്യൂവും വി ഡോണ്ട് നോ. സോ എപ്പോഴും എന്തൊരു പ്രവൃത്തി ചെയ്താലും നമ്മുടെ പ്രവൃത്തി നാം കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. നമ്മുടെ പ്രവൃത്തി, നാം ചെയ്യുന്ന നല്ല പ്രവൃത്തിയെ കാണാൻ ഒരു പക്ഷേ നമ്മുടെ സീനിയേഴ്സിന് സാധിക്കില്ല, അല്ലെങ്കിൽ കമ്പനിക്കാർക്ക് സാധിക്കില്ല. അപ്പോൾ നമുക്ക് മനസ്സ് നൊമ്പരം ഏർപ്പെട്ടു പോകുന്നത് പോലൊരു തോന്നലുണ്ടാകും. ആ നൊമ്പരം തോന്നാൻ പാടില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തു, സോ യു ആർ ഫ്രീ. നിങ്ങൾക്ക് ആരും ഭയക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് നിങ്ങൾ എവിടെ ഏത് ഉന്നത സ്ഥാനങ്ങളിലിരുന്നാലും നിങ്ങളിരിക്കുന്ന സ്ഥാനം അതൊരിക്കലും ഗ്യാരൻറ്റിയില്ല. ഈ ലോകത്ത് ആർക്കും ഒരു ഗ്യാരൻറ്റിയും കൊടുക്കാൻ പറ്റില്ല. കാരണം മാതാപിതാക്കളെ അവരുടെ കുഞ്ഞുങ്ങൾ സംരക്ഷിക്കുമെന്ന് ഒരു ഗ്യാരൻറ്റിയും കൊടുക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ സംരക്ഷിക്കുമെന്ന് അതിനും ഗ്യാരൻറ്റിയില്ല. ഒരു വിവാഹിതരായവർ പരസ്പരം ജീവിതകാലം മൊത്തം ഒന്നിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞാൽ അതിനും ഗ്യാരൻറ്റിയില്ല. നിങ്ങളുടെ ജോലിക്കും ഗ്യാരൻറ്റിയില്ല. അപ്പോൾ ഒന്നിനും ഗ്യാരൻറ്റി ഇല്ലയെന്ന് നിങ്ങൾ വിചാരിക്കും. തെറ്റ്. ഗ്യാരൻറ്റി ഉണ്ട്. എന്താണ്? നിങ്ങളുടെ ഗ്യാരൻറ്റി നിങ്ങളാണ് നിങ്ങളുടെ ഗ്യാരൻറ്റി. നിങ്ങളുടെ ഗ്യാരൻറ്റി ഉറപ്പാക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തികളോടും നിങ്ങളുടെ ജോബിൻ്റെയോ നിങ്ങളുടെ സുരക്ഷത്തിൻ്റെയോ ഗ്യാരൻറ്റി ചോദിക്കില്ല. അത് നാം സ്വയം ഏറ്റെടുക്കേണ്ട ഒന്നാണ്. സോ സുഹൃത്തുക്കളോട് പ്രത്യേകിച്ച് ഈ കൊച്ചു ചെറുപ്പക്കാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്കൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് എല്ലാ മോഹങ്ങളും പൂവണിയൊന്നും ധരിക്കരുത്. ഈ നല്ല പണിയാണ്, ഉടൻ തന്നെ നേരെ കാർ ഷോറൂമിൽ കയറി അവിടെ നല്ലൊരു കാറങ്ങ് ബുക്ക് ചെയ്ത് ഇങ്ങനെ കടകടാന്ന് അങ്ങോട്ട് പോകും. പിന്നെ അടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അതിനോടും തുടങ്ങി ഒരു ചെറിയൊരു ഇൻസ്റ്റൻറ്റ് പ്രേമം. ആ പ്രേമം അവസാനം ഹോട്ടൽ മുറികളിലൊക്കെ ചെന്ന് അവിടെ നിൽക്കും. അതങ്ങനെ പോയി അവിടുത്തെ ആ സുഖങ്ങളെല്ലാം കഴിഞ്ഞാൽ അത് നേരെ ഒരു പിൻ ഡ്രോപ്പായിട്ട് വരും. കാരണം അതിൻ്റെ ഒരു സ്പിരിറ്റ്, ഇറ്റ് ഈസ് ഒരു ബോഡിയുടെ ഒരു ഇതാണ്, ഒരു അട്രാക്ഷനാണ്. അപ്പോൾ ആരെങ്കിലും ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ ഒരു ഫിക്സിങ്, നമുക്ക് ജീവിക്കണം, നമുക്ക് ഇതാണ്, പല പ്ലാനിങ് ആയിരിക്കും. കാരണം ഒന്നും ജീവിതത്തെക്കുറിച്ച് അറിയാത്തതാണ്. 2, 20, 25 വയസ്സിൽ അങ്ങോട്ട് തുടങ്ങും ഈ പ്രേമവും സ്നേഹവും ഒക്കെ, എല്ലാം കോലാഹലങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പേരൻസിനെല്ലാം അങ്ങോട്ട് മറന്നേക്കും. അത് ചെയ്യാൻ പാടില്ല. ആരെങ്കിലും ഒരു പെണ്ണ് ഒരു ചെറുക്കനെ സ്നേഹിച്ചാൽ, ഒരു പയ്യൻ ഒരു പെണ്ണിനെ എനിക്ക് നൗ വെരി ഫ്രാങ്ക്ലി ചെല്ലുമ്പോൾ ഞാൻ വന്ന് കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ എനിക്കത്ര പ്രായമുണ്ട്. I got my children, he's around age 60 and I am 81. സോ എനിക്ക് എൻ്റെ കീഴിലുള്ളവർ ഞാനൊരു 60 വയസ്സാണ് ഞാൻ കുട്ടികളെന്നേ പറയൂ. കാരണം ഈ ഫീൽഡെല്ലാം കഴിഞ്ഞു വന്നതാണ്. എൻ്റെ ലിസ്റ്റ് എടുത്താൽ എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഞാനാണ്, സ്നേഹം കിട്ടിയത് ഞാനാണ്. അതുകൊണ്ട് ഈ സ്നേഹവും ഇതൊക്കെ പറയുന്നത് ഇതെല്ലാം ഇറ്റ് ഈസ് നോട്ട്. ബട്ട്
ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുള്ള ആൾക്കാർ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. പരസ്പരം ആ ബന്ധങ്ങളും ആ ഓർമ്മകളുണ്ടാവും. ഏറ്റവും വലിയൊരു സ്വത്തെന്ന് പറയുന്നത്, നാം ആരെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ, ആരെങ്കിലും നമ്മെ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ റെക്കോർഡാകും, എന്നും അത് നിലനിൽക്കും. ഓക്കെ. സോ ഞാൻ സബ്ജക്റ്റ് ഡീവേറ്റ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്ത് ആരും നിരാശപ്പെടരുത്. ആരുടെയെങ്കിലും ഒരു കാരണം കൊണ്ട് തൻ്റെ ജീവൻ ഹോമിക്കപ്പെടരുത്. ഒരു സ്ത്രീ ഒരു പുരുഷനെ വഞ്ചിച്ചാൽ അവളെ ചെന്ന് കൊല്ലുകയല്ല വേണ്ട, അല്ലെങ്കിൽ മുഖത്ത് ആസിഡ് എറിയല്ല വേണ്ട. അപ്പോൾ ഗോ ടു ദ ഹെൽ എന്നുള്ളൊരു മനസ്സിൽ പറയണം, ചീത്ത പറയരുത്, നീ പോയാൽ അപ്പുറം എന്ന് വിചാരിച്ച് വാശി കുടിഞ്ഞ് മറ്റൊരു കുഞ്ഞിനെ സ്നേഹിക്കാൻ പോകുന്നത്. അങ്ങനെ പിന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിഷ്ടമുണ്ടെങ്കിൽ പറയാം, നേരെ പേരൻസിനെ കാണാൻ പറയുക, അവരായിട്ട് തീരുമാനിക്കുന്ന. നമുക്ക് കുറേ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. ചില പിള്ളേർ പോയി ചടങ്ങുകൾ നോക്കുന്നില്ല, അവർ ഇൻസ്റ്റൻ്റ്. അങ്ങനെയൊക്കെയാണ് ഈ ട്രെയിനിൻ്റെ അടിയിലൊക്കെ കൊണ്ട് തല വെച്ച് കൊടുക്കുന്നത്. അവരൊക്കെ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, കുറച്ചൊരു എവിടെയെങ്കിലും കയറി ഒരു പഠിത്തം ഇത്തിരി 2 ആഷ് ഫൂഷ് ഇംഗ്ലീഷൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ ഇത്തിരി ഒരു ഇതൊക്കെ ഒരു പാറ്റേണൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇവർ ജീവിതത്തെ എല്ലാം തീർന്നു. അവസാനം ഇതൊക്കെ പോയി അടിയുന്ന സ്ഥലമൊന്നുമില്ല. ബട്ട് വാട്ട് ഐ ആം ടെല്ലിങ്, ജീവിതത്തെക്കുറിച്ച് ശരിക്കൊരു ലക്ഷ്യബോധമില്ലാതെ, നമ്മുടെ കടമകൾ അറിയാതെ, നാം ചെയ്യേണ്ടത് ചെയ്യാതെ, നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാതെ, നമ്മുടെ സാമൂഹ്യമായി പാലിക്കേണ്ട വ്യവസ്ഥകൾ പാലിക്കാതെ, ഇതെല്ലാം ഘടകവിരുദ്ധമായി നാം ഒരു സ്ത്രീ ഒരു പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലോകമെന്ന് പറഞ്ഞ് അതിൽ ആ വലയത്തിൽ പട്ടുപോണത് ആരും തന്നെ 99% സക്സസ് ആയിട്ടില്ല. സ്നേഹിക്കാം, നിങ്ങൾക്ക് എന്തുമാകാം, ബട്ട് എല്ലാത്തിനും ഒരു ലക്ഷ്മണരേഖ, ഒരു പരിമിതികളുണ്ടാകണം. ആ പരിമിതിക്ക് ഉള്ളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്താലും അവിടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. സോ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഇഷ്ടമുള്ള എല്ലാ യങ്സ്റ്റേഴ്സിനോടും, പുരുഷന്മാരോടും സ്ത്രീകളോടും പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു അടിസ്ഥാനം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ദ ഫൗണ്ടേഷൻ, മേക്ക് എ സ്ട്രോങ് ഫൗണ്ടേഷൻ. നിങ്ങൾ നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടായാൽ യു ക്യാൻ ബിൽഡപ്പ് എത്ര നില വേണമെങ്കിൽ കെട്ടി. കാരണം ഫൗണ്ടേഷൻ ഇസ് വെരി സ്ട്രോങ്. ഫൗണ്ടേഷൻ സ്ട്രോങ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഫൗണ്ടേഷൻ സ്ട്രോങ് ഇമ്മീഡിയറ്റ് ഉണ്ടാകും. നല്ല എക്സ്കവേഷൻ ചെയ്യണം, നല്ല കോൺക്രീറ്റ് ചെയ്യണം, നല്ല റബ്ബിൾസ് കൊണ്ട് കെട്ടണം, ഫുൾ സ്ട്രെങ്ത്. ഇതിന് കുറച്ച് സമയം വേണം. നിങ്ങൾ കോടി കൊണ്ടല്ല 30 days കൊണ്ട് നിങ്ങൾക്ക് കെട്ടിടം കിട്ടാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് കുറച്ച് സുന്ദരവും കുറച്ച് സൗന്ദര്യവും കുറച്ച് നല്ല ഇതും ആഷ്പൂഷ് കാറും എല്ലാം ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ നിങ്ങൾ പരസ്പരം കയറി അങ്ങോട്ടൊരു ഇൻസ്റ്റൻറ്റ് പ്രകടനങ്ങൾ നടത്താൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് അറിയില്ല. ഇതൊക്കെ എല്ലാം ഒരുമാതിരി ഈ മിന്നാമിനുങ്ങളെ പോലെയാണ്. ഒരു പുരുഷനാകുമ്പോൾ അവന് സൗന്ദര്യമുള്ള സ്ത്രീയെ കണ്ടാൽ ജസ്റ്റ് നോക്കും, ഇറ്റ് ഈസ് എ നാച്ചുറൽ, അത് തെറ്റില്ല. ഇനി സ്ത്രീകളും നോക്കും ഇടക്കണ്ണിട്ട്, ചിലപ്പോൾ ഈ രണ്ടും കൂടെ കണ്ണുകൾ തമ്മിലൊക്കെ ക്രാഷാക്കും. അതിനാണ് ചിലപ്പോൾ അവിചാരിതമായിട്ട് അത് വെൽഡഡായി പോകണം, അതൊന്ന് വെൽഡ് ചെയ്ത് പോകും, പിന്നെ മാറില്ല. പിന്നെ മാറുന്നത് ഇതിൻ്റെ അവസാനമൊക്കെ പോയി നിൽക്കുന്നത് വല്ല റെയിൽവേ പ്ലാറ്റ്ഫോമിലും അല്ലെങ്കിൽ വാസറ്റ് വിഷം കുടിച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. അതുകൊണ്ട് ഈ കേരളത്തിൽ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരുപാട് വൃത്തികെട്ട മരണ ന്യൂസുകളാണ് കേൾക്കുന്നത്. പാപം കഷ്ടപ്പെട്ട് വളർത്തി കഴിഞ്ഞ് എല്ലാം റെഡിയായി കഴിയുമ്പോൾ അവസാനം വീട്ടിൽ മൃതദേഹമായിട്ടാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അച്ഛനെ അമ്മയെ എതിരേക്കാൻ പോണത് എന്തിനാണ്? വൈ ദ ഹെൽ യു പീപ്പിൾ ഡൂയിങ് ലൈക്ക് ദിസ്? നിങ്ങൾ എന്തിനു നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കുന്നത്? ഇത് ബെറ്റർ. നിങ്ങൾക്ക് അങ്ങനെ ഒരു മാന്യമായ ജീവിക്കാൻ പറ്റി നിങ്ങൾ ജീവിക്കേണ്ട. യു ബെറ്റർ സ്നേഹിക്കാൻ വേണ്ട, ഒന്നും വേണ്ട, ഏതെങ്കിലും എവിടെയെങ്കിലും അങ്ങോട്ട് സന്യാസമായിട്ട് പൊക്കോളൂ. വേഷം കെട്ട് നമ്മുടെ സമൂഹത്തിൽ കാണിക്കാതെ ഉള്ള പിള്ളേരെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. മോഡലായി മാറുക. ജീവിതം ഒരു ലക്ഷ്യബോധമുള്ള ഒന്നായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുക. അതുകൊണ്ട് ചില പുരുഷന്മാരുണ്ട്, അവൻ ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നിട്ട് കുതിച്ചാടും, അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടി മരിക്കും, അല്ലെങ്കിൽ അതെന്താണ്? അവൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയി, അവൻ്റെ ജോലി നഷ്ടപ്പെടും എന്നുള്ള ഭീതി, അല്ലെങ്കിൽ അവൻ്റെ ജോബ് പ്രഷർ. എന്തിനാന്ന് പറഞ്ഞാൽ വൈ യു പീപ്പിൾ ഫീലിംഗ്? നിങ്ങളെന്തിനാ ജോബ് പ്രഷർ എന്ന് ഫീൽ ചെയ്യുന്നത്? ഗോ ടു ദ ഹെൽ. ഇപ്പോൾ വീട്ടിൽ കയറി ഒന്നുമില്ലെങ്കിൽ ഒരു കൂലിപ്പണി ചെയ്ത് കഴിഞ്ഞാൽ അന്തസ്സായിട്ട് ജീവിക്കാം. നിങ്ങൾ പഠിച്ചതിൽ തന്നെ നിങ്ങളത് മുകളിൽ കയറി അതിൽ തന്നെ നിങ്ങൾ സക്സസ് ആവുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. ആർക്കൊരു ഗ്യാരണ്ടി തരാൻ പറ്റില്ല. അത് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ
രീതിയിൽ മുമ്പോട്ട് പോകാം. ഒരു വ്യക്തികളും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അനുവദിക്കരുത്. നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. സോ ആര് വന്നാലും ഈ എനിക്ക് ഐ കാൺട്ട് യൂസ് ദാറ്റ് വേർഡ്, ഈ ചില സിനിമാ താരങ്ങളൊക്കെ ഒക്കെ ചുമ്മാ പറയണേ പോ പുല്ലേ എന്നൊക്കെ പറയണേ. ഐ എം സോറി, ഇറ്റ് ഈസ് നോട്ട് സപ്പോസ് ടു ബി അബ്യൂസ് ലൈക്ക് ദാറ്റ്. ബട്ട് പറയുകയാണ്, നിങ്ങളങ്ങനെ ഇത് പോ പുല്ലേന്ന് തന്നെ പറയുക. ആര് നിങ്ങൾ വന്ന് തകർക്കാൻ ശ്രമിക്കാനും നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ ഈ ഭാഷ തന്നെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ പെൺകുട്ടികളോടും പറയാനുള്ള, നിങ്ങളൊക്കെ സുന്ദരിവതളം കുറേ പൂവാലന്മാരെ കറങ്ങി ചുറ്റും അതോടും പറയാം പോ പുല്ലേന്ന് തന്നെ പറയുക. കാരണം അവനൊക്കെ തൻ്റെ ഉണ്ടെങ്കിൽ നിന്നൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ നേരെ വീട്ടിൽ പോയി അച്ഛനും അമ്മമാരായിട്ട് ആലോചിക്കാൻ പറയുക, കല്യാണം ഫിക്സ് ചെയ്യുക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദെൻ യു കം ടു ദ പോയിൻറ്റ്. മനസ്സിലായില്ലേ? അതുമല്ല, പരസ്പരം നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന് ആ ചെറുക്കനോട് പറയണം, ആ പയ്യൻ്റെ ടേസ്റ്റ് എന്താണ് പെണ്ണിനോട് പറയണം. ദെൻ ഒരു അമിക്കബിളായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നതിന് ശേഷം മാത്രമേ ഈ ജാതകം കൊടുക്കൽ അത് ഇതൊക്കെ മാറ്റിത്തിരിക്കാൻ പറ്റൂ. കുറേ ദുഷിച്ചിഞ്ഞാറിയ ചില പ്രവണതകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതെല്ലാം നല്ലതെന്ന് ഞാൻ പറയില്ല, അതിനെക്കുറിച്ച് മോശമായ ഇതുണ്ട്. ഒന്ന്, അവനൊരു സ്വത്ത് കാണും, നല്ല പഠിത്ത കാണുന്നതിനൊരു ജാമ്യം, ഒരുപക്ഷെ അവർ ഇഷ്ടപ്പെട്ടവർ കാണും. അപ്പോൾ ഈ എന്താ പറയുക, ഈ ജാതകം ഒരു തടസ്സമായിട്ട് മാറും. അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, വീട്ടുകാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഗോ ഹെഡ്, ഒരു പ്രോബ്ലമില്ല. അതുകൊണ്ട് ഈ പേപ്പർ എടുക്കുമ്പോൾ കാണാം മുകളിൽ നിന്ന് കുതിച്ച് ചാടി ചത്തു, ട്രെയിനിൽ ചാടി ചത്തു, വിഷമടിച്ച് ചത്തു, പിന്നെ അങ്ങോട്ട് നാട് വിട്ടു പോകും. എന്തിനാണ് ഫോർവേഡ്? ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഒരു ചില സ്ത്രീയും പുരുഷനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി എന്തെങ്കിലും ഒരു കോണ്ടാക്റ്റ് ആണ്. ദാറ്റ് ഈസ് എ സയൻസ്, അത് നാച്ചുറലാണ്. അങ്ങനെ ഒരു ഫിസിക്കൽ കോണ്ടാക്ട്സ് ഉണ്ടാകുന്നതിന് വേണ്ടി എല്ലാം അങ്ങ് തിരഞ്ഞെടുപ്പിച്ച് പോകരുത്. മനസ്സിലായില്ലേ? നമുക്ക് നമ്മുടെ ആ ഒരു ഓടികൾ, നമ്മുടെ ഒരു പൊസിഷൻ വിട്ടുള്ളൊരു കളി വേണ്ട. അതുപോലെ തന്നെ ആരെ ഇഷ്ടപ്പെട്ടാലും പെട്ടെന്ന് വെറുത്തുകളാതിരിക്കുക. പെട്ടെന്ന് കയറി അവരുമായിട്ട് അങ്ങ് ആ സ്നേഹം നടിക്കുകയും ചെയ്ത് അതും ഡേഞ്ചറാണ്. വെയിറ്റ് ആൻഡ് സീ. കുറച്ച് സമയം കൊടുക്കുക മനുഷ്യനെ മനസ്സിലാക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി. എന്നിട്ട് ഒരു മൂവ്മെൻറ്റ്സ് ചെയ്യുക. അല്ലാതെ ഈ സ്കൂളിൽ പോയി ഒരു 6 മാസം കോഴ്സ് കഴിഞ്ഞ് അവിടെ പോയി ഒരു ഇൻസ്റ്റൻ്റ് ഇല്ലാവും. അല്ലെങ്കിൽ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു 10-30 ദിവസം കണ്ടുമുട്ടിക്കുക, പിന്നെ ഒന്ന് കോഫി ഷാപ്പിൽ പോയെന്ന് വെച്ചാൽ അതൊരു ഇൻസ്റ്റൻറ്റ് സ്നേഹം. പിന്നെ എവിടെയെങ്കിലും വെച്ചോ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയാൽ അവിടെ വെച്ച് കൂട്ടുകാരിയുടെ ബ്രദറിനെ കണ്ടപ്പോൾ അവിടെ ഒരു ഇൻസ്റ്റൻറ്റ് സ്നേഹം. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് മറ്റൊരു കൂട്ടുകാരിയായിട്ട് പോകുമ്പോൾ കൂട്ടുകാരിയുടെ ബോയ് ഫ്രണ്ടിനെ കണ്ടാൽ പിന്നെ അതിൽ ലിങ്ക് വെച്ച് അത് മറ്റൊരു സ്നേഹം. ദിസ് ആൾ ഇഡിയാറ്റിക് തിങ്സ്. ഇതൊന്നും പ്രായോഗികമല്ല. നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നിങ്ങൾക്ക് എന്താണെന്നുള്ളൊരു പ്രോഗ്രാം, നിങ്ങൾ ഒരു ബ്ലൂ പ്രിൻ്റ് നിങ്ങൾ തയ്യാറാക്കി വയ്ക്കണം. നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾക്ക് എന്താകണം, ഏതാകണം, അതിനനുസരണമായിട്ടുള്ള ജീവിതത്തെ സ്വിച്ച് ചെയ്യുക. അങ്ങനെ സ്വിച്ച് ചെയ്തിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുക. അനുസരണമുള്ള കുട്ടികൾ മാതാപിതാക്കളും സഹോദരങ്ങളുമായി ആലോചിച്ച് എനിക്കിങ്ങനെയുള്ളത് ഇതാണെന്ന് വെച്ചാൽ ആലോചിച്ചെടുക്കുന്ന ഒരു ഇതിൽ നിങ്ങൾക്ക് നാളെ എന്തബദ്ധം പറ്റിയാലും നിങ്ങളുടെ പേരൻസും നിങ്ങളുടെ ബന്ധുജനങ്ങളും നിങ്ങളുടെ നാട്ടുകാരും നിങ്ങളുടെ സമൂഹം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും. ഇതൊന്നുമില്ലാതെ തന്നിഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ഏതെങ്കിലും ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ തീരുമാനിക്കുന്നതിൽ 99% അത് നാശത്തിലേക്കുള്ള ഒരു വഴിയാണ്. സോ ഈ വീഡിയോ കാണുന്നവരോട് ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളെന്ത് ചെയ്താലും, നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് തടസ്സങ്ങൾ വന്നാലും പുല്ലേന്ന് പറയുക, അതിനെ അതിജീവിക്കുക, ദെൻ ജയിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയൊരു ജോലിയാണ് നഷ്ടപ്പെടുന്നെങ്കിൽ ഐ ഡോണ്ട് കെയർ, ഗോ ടു ദ ഹെൽ, അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. കറക്റ്റ്? ഇത് ചിന്തിച്ചിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക, യു വിൽ ഗെറ്റ് സക്സസ്. ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. തൻ്റെ ഇടമായിട്ട് മുമ്പോട്ട് പോവുക. പെട്ടെന്ന് ഈ ജീവിതം വലിയ സുന്ദരമായ ഇതാണ്. ഈ വയലാറിൻ്റെ വരികൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഈ ഭൂമിയിൽ ഇനിയൊരു ജന്മം കൂടി തരുന്നൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ, ഞാനത് മറന്നുപോയി. അപ്പോൾ ഇതിൽ കൂടി നമ്മുടെ ജീവിതത്തെ ലക്ഷ്യബോധം, നമുക്കെപ്പോഴും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യം കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതശൈലിയെ മാറ്റുക, ട്യൂൺ ചെയ്യുക,
സ്റ്റാർട്ട് ഡ്രൈവിംഗ്. ഓക്കെ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചിലർ ഐ ആം വെരി സോറി, എൻ്റെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയോ ഒത്തിരിയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി കുട്ടികളും എൻ്റെ വൈഫ് ഇത് കാണുമായിരിക്കും, പക്ഷേ എൻ്റെ വൈഫ് കാണത്തില്ല. ഐ ആം വെരി ഹാപ്പി ബിക്കോസ് ഷീ ഈസ് നോട്ട് യൂസിങ് ടച്ച് ഫോൺ. ദാറ്റ് ഈസ് മൈ അതാണ് ഞാൻ ഏറ്റവും വലിയ ജീവിതത്തിൽ എൻ്റെ ഒരു ഭാഗ്യം. അതാണ് എൻ്റെ വൈഫ് ടച്ച് ഫോൺ ഉപയോഗിക്കില്ല, അവർക്കിത് ഇഷ്ടമില്ല. പക്ഷെ മറ്റേ പിള്ളേരെല്ലാം നോക്കും. സോ എനിക്ക് ഒരുപാട് സ്നേഹമുണ്ടെന്ന് വൈഫ് എങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊത്തിരി ബുദ്ധിമുട്ടാണ്. ഞാനങ്ങനെ ആൺ ദ വേ അങ്ങ് സംസാരിച്ചെന്നേ ഉള്ളൂ. പക്ഷേ അതിൽ ക്ഷമിക്കണം. ഈ സ്നേഹത്തിന് ഞാൻ പറഞ്ഞ നമ്പേഴ്സൊന്നും കറക്റ്റല്ല, ഇല്ല, പക്ഷേ സ്നേഹിച്ചിട്ടുണ്ട്. അത് ആ സ്നേഹം ഇന്നും എല്ലാവരിലും ഞാൻ നിലനിർത്തുന്നു. സോ ഐ ആം ഹാപ്പി. ഓക്കെ. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്കൊന്ന് പാസ് ഓൺ ചെയ്യണം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.